ഹായ് ഹലോ നമസ്കാരം. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ക്യാരക്ടർ കീസിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് ക്യാരക്ടർ കീസിനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഈ കീസ് ഓഫ് ടൈപ്പ് റൈറ്ററിൽ ക്യാരക്ടർ കീയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു മേഖല കൂടിയാണ്. അപ്പോൾ ക്യാരക്ടർ കീസ് എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് അത്യാവശ്യം അറിയുന്ന കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാരക്ടർ കീ എന്ന് പറഞ്ഞാൽ? ഒരു ടൈപ്പ് റൈറ്റർ കീബോർഡിലെ ക്യാരക്ടർ കീകളുടെ എണ്ണം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. എപ്പോഴാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ PSCയുടെ ഉത്തരപ്രകാരം 44ആണ്. 44 എന്ന നമ്പർ മറന്നു പോകരുത്. 44ആണ് നമ്പർ ഓഫ് ക്യാരക്ടർ കീസ് ഇൻ എ ടൈപ്പ് റൈറ്റർ കീബോർഡ്. ഒരു ടൈപ്പ് റൈറ്റർ കീബോർഡിലെ ക്യാരക്ടർ കീകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെച്ചിരിക്കുക, അത് 44ആണ്. ഒരു കാരണവശാലും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ക്യാരക്ടർ കീ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോടെ? അപ്പോൾ ക്യാരക്ടർ കീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഒരു വ്യക്തമായ ഒരു ക്യാരക്ടർ പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ ഒരു ടൈപ്പ് ബാർ മുകളിലേക്ക് ഉയർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരം കീകളെയാണ് നമ്മൾ ക്യാരക്ടർ കീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ കീസ് നമ്മൾ ടൈപ്പ് റൈറ്റർ കീബോർഡിൽ എത്ര വരികളിലായി അറേഞ്ച് ചെയ്തിരിക്കുന്നു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, എത്ര വരികളിലായി അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വരികളിലായാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളെ ടൈപ്പ് റൈറ്ററിൽ ക്യാരക്ടർ കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെയാണേ, മറന്നു പോകരുത്. 4 വരികളിലായിട്ടാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്യാരക്ടർ കീസ് 4 വരികളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അവിടെ നമുക്ക് താഴെയുള്ള സ്പേസ് ബാർ, മുകളിലുള്ള ടാബ് കീസ്, ഇവയൊക്കെ ക്യാരക്ടർ കീസ് അല്ല. അതുകൊണ്ട് അവ ഉൾപ്പെടുന്നത് എന്തല്ല, ആ ഉൾപ്പെടുന്നതല്ല 4 വരികളെന്ന് പറയുന്നത്. അവ ഒഴിവാക്കി കൊണ്ടുവരുന്ന ബാക്കിയുള്ള 4 വരികളെയാണ് നമ്മൾ ക്യാരക്ടർ കീസ് എന്ന് പറയുന്നത്. ഓക്കെയാണേ, അപ്പോൾ 4 വരികളിലായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, സെറ്റ്. ആ ഒരു ചോദ്യവും നമുക്ക് കുഴപ്പമില്ല. പിന്നീട് ക്യാരക്ടർ കീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി വരാം. ഒരു ക്യാരക്ടർ കീ കൊണ്ട് നമുക്ക് പതിപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പേപ്പറിൽ പതിപ്പിക്കാൻ കഴിയുന്ന ക്യാരക്ടറുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെച്ചിരിക്കുക, 2ആണ്. ഒരു ക്യാരക്ടർ കീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ക്യാരക്ടർ കീ പ്രസ് ചെയ്യുമ്പോൾ ഒരു ടൈപ്പ് ബാർ മുകളിലേക്ക് ഉയരും. ആ ഒരു ടൈപ്പ് ബാറിൽ 2 ക്യാരക്ടറുകൾ കുത്തിവെച്ചിട്ടുണ്ട്. ഓക്കെ, ആ 2 ക്യാരക്ടറുകൾ നമുക്ക് അവിടെ ഉണ്ട്. അത് ഷിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തേത് രണ്ടാമത്തേത് എന്ന രൂപത്തിൽ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു ക്യാരക്ടർ കീ കൊണ്ട് പതിപ്പിക്കാൻ കഴിയുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടറുകളുടെ എണ്ണം ചോദിക്കാം. എത്ര എണ്ണമാണ്? 2 എണ്ണമാണ്. ഇതേ ചോദ്യം മറ്റൊരു രൂപത്തിലും കൂടെ വരാറുണ്ട്. ടൈപ്പ് ബാറുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ക്യാരക്ടറുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാലും അതും 2ആണ്. അപ്പോൾ ഒരു ക്യാരക്ടർ കീ കൊണ്ട് നമുക്ക് പതിപ്പിക്കാൻ കഴിയുന്ന ക്യാരക്ടറുകളുടെ എണ്ണം 2ആണ്. അതുപോലെ തന്നെ ടൈപ്പ് ബാറുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ക്യാരക്ടറുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാലും അതും 2ആണ്. അപ്പോൾ ഒരു ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ചോദിച്ചോട്ടെ. ഈ ഒരു ക്യാരക്ടർ കീ കൊണ്ട് ഒരു സമയത്ത് 2 എണ്ണം ടൈപ്പ് ചെയ്യാൻ പറ്റുമോടെ? ഇല്ല. ഒരു സമയത്ത് അറ്റ് എ ടൈമിൽ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരൊറ്റ ക്യാരക്ടറെ പതിപ്പിക്കാൻ കഴിയൂ. അപ്പോൾ ഒരു സമയം ഒരു ക്യാരക്ടറാണ്. അതും മറ്റേ നേരത്തെ പറഞ്ഞ കാര്യവുമായിട്ട് മിക്സായി പോരുത്. ഒരു ക്യാരക്ടർ കീ കൊണ്ട് 2 ക്യാരക്ടർ പതിപ്പിക്കാം, പക്ഷേ ഒരേ സമയത്ത് ഒരു ക്യാരക്ടർ കീ കൊണ്ട് ഒരക്ഷരം മാത്രമേ പതിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള വ്യക്തമായ കാരണങ്ങൾ നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ക്യാരക്ടർ കീയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. എന്താണ് ഈ ക്യാരക്ടർ കീ എന്ന് പറയുമ്പോൾ? നമുക്കറിയാവുന്ന ABCD അല്ലെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ള അക്ഷരങ്ങൾ മാത്രമാണോ ക്യാരക്ടർ കീ എന്ന് പറയുന്നത്? അല്ല. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ മാത്രമല്ല, അപ്പോൾ എന്തായിരിക്കും? നമ്പേഴ്സ് കൂടി വരും, അല്ലേടേ? അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളോടൊപ്പം വരുന്ന നമ്പേഴ്സ് കഴിഞ്ഞോടെ അവിടെയും കഴിയുന്നില്ല. ക്യാരക്ടർ കീ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളും നമ്പേഴ്സും മാത്രമല്ല, അവയിൽ മറ്റൊരാൾ കൂടി ഇല്ലേടേ? സിംബൽസ് കൂടി ഇല്ലേടേ? അപ്പോൾ സിംബൽസ്, അതുപോലെ തന്നെ നമ്പേഴ്സ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ, അത് അപ്പർ കേസ് ആവാം, ഇനി അതല്ലെങ്കിൽ ലോവർ കേസ് ആവാം. ഓക്കെ, അപ്പോൾ 2 രൂപത്തിലുള്ള അക്ഷരങ്ങൾ, നമ്പേഴ്സ്, സിംബൽസ്, ഇവയെല്ലാം ചേരുന്നതാണ് ക്യാരക്ടർ കീ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു ധാരണയുണ്ടെങ്കിൽ ഈ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ മാത്രമാണ് ക്യാരക്ടർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ മാറ്റി വെച്ചിരിക്കുക, വ്യക്തമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. റീസെൻ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ക്യാരക്ടർ കീ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ, നമ്പേഴ്സ്, സിംബൽസ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ,
നമ്പേഴ്സ്, സിംബൽസ്. മറന്നു പോകരുത്, സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ക്യാരക്ടർ കീ എന്ന് പറയുമ്പോൾ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 44 ഓർത്ത് വെച്ചിരിക്കുക. 4 വരികളിലായി അറേഞ്ച് ചെയ്തിരിക്കുന്നു ഓർത്ത് വെച്ചിരിക്കുക. ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കീ കൊണ്ട് 2 അക്ഷരങ്ങൾ പതിപ്പിക്കാൻ കഴിയുമെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ക്യാരക്ടർ കീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ, നമ്പേഴ്സ്, സിംബൽസ് ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്യാരക്ടർ കീ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോണേ. ക്യാരക്ടർ കീ, ദ കീസ് മേക്കിംഗ് ഇംപ്രഷൻ ഓൺ ദ പേപ്പർ വൈൽ ടൈപ്പിംഗ് ആർ കോൾഡ് ക്യാരക്ടർ കീസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇംപ്രഷൻ ഉണ്ടാക്കണമെങ്കിൽ ആര് ഉയരണമേ? നമ്മൾ ഈ ഒരു ടൈപ്പ് ബാർ മുകളിലേക്ക് ഉയരണം. അപ്പോൾ ടൈപ്പ് ബാർ ഉള്ള ആൾക്കാരല്ലേ നമ്മുടെ ക്യാരക്ടർ കീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കുറച്ചും കൂടെ ആധികാരികമായി ക്യാരക്ടർ കീയെ കുറിച്ച് പറയുകയാണെങ്കിൽ, വ്യക്തമായി പറയുകയാണെങ്കിൽ, ഈ ഒരു സംഭവം, ഈ പറയുന്ന ഒരു സംഭവം വ്യക്തമായി അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റു 2-3 കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്യാരക്ടർ കീ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാരക്ടർ കീ പ്രസ് ചെയ്യുമ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാരക്ടർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇംപ്രഷൻ ഉണ്ടാകുന്നുണ്ട്, പേപ്പറിൽ ഇംപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, രണ്ടാമത്തെ പോയിന്റ്, ക്യാരേജ് എന്ന് പറയുന്ന ഈ ഒരു ഭാരമേറിയ ഭാഗം ഇടതുവശത്തേക്ക് നീങ്ങുന്നു. മറന്നു പോകരുത്, ക്യാരക്ടർ കീ പ്രസ് ചെയ്യുമ്പോൾ ടൈപ്പ് ബാർ മുകളിലേക്ക് ഉയർന്ന ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരേജ് എന്ന് പറയുന്ന ഈ ഒരു ഭാരമേറിയ ഭാഗം ഉണ്ടല്ലോടെ, ഇത് ഇടതുവശത്തേക്ക് നീങ്ങുന്നു. അങ്ങനെ വെറുതെ അങ്ങ് ഇടതുവശത്തേക്ക് പോവുകയല്ല, 1 ഡിഗ്രി ഇടതുവശത്തേക്ക് നീങ്ങുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കീ നമ്മൾ പ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ എയുടെ ടൈപ്പ് ബാർ മുകളിലേക്ക് ഉയരുമ്പോൾ അത് പ്രസ് ചെയ്ത് തിരികെ വരുമ്പോഴേക്കും, അത് ഇംപ്രഷൻ ഉണ്ടാക്കി തിരികെ വരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരേജ് 1 ഡിഗ്രി മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എ പ്രസ് ചെയ്യുമ്പോൾ എ പതിഞ്ഞു, ശേഷം 1 ഡിഗ്രി മൂവ് ചെയ്യും. അപ്പോഴാണ് അടുത്ത അക്ഷരം അല്ലെങ്കിൽ അടുത്ത ക്യാരക്ടർ പ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടുത്ത ക്യാരക്ടറിന് അവിടെ ഇംപ്രഷൻ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കാരണവശാലും മറന്നു പോകരുത്. ക്യാരക്ടർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. ക്യാരേജ് എങ്ങോട്ട് നീങ്ങുന്നു? ഇടത്തേക്ക് നീങ്ങുന്നു. എത്ര ഡിഗ്രി നീങ്ങുന്നു? 1 ഡിഗ്രി നീങ്ങുന്നു. ഈ 1 ഡിഗ്രി ഇങ്ങനെ നീങ്ങിപ്പോകുന്ന പരിപാടിയെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് എന്ന് കൂടി വിളിക്കാറുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് എന്ന് കണ്ടു കഴിഞ്ഞാലും തെറ്റിദ്ധരിക്കേണ്ട. ഈ 1 ഡിഗ്രി അകലം പാലിച്ചുകൊണ്ട് ക്യാരേജ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് എന്നും പറയുന്നത്. അപ്പൊ ക്യാരക്ടർ കീ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർത്തിരിക്കേണ്ടുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അപ്പൊ ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. ക്യാരേജ് എവിടേക്ക് നീങ്ങുന്നു? ഇടത്തേക്ക് നീങ്ങുന്നു. എത്ര ഡിഗ്രി നീങ്ങുന്നു? 1 ഡിഗ്രി നീങ്ങുന്നു. ഈ ഒരു സംഭവം ഒരു കാരണവശാലും മറന്നു പോകരുത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യാരക്ടർ കീയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 2 കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നോൺ ക്യാരക്ടർ കീ ആയിട്ടുള്ള നമ്മുടെ സ്പേസ് ബാർ. എന്തിനാണ് സാറേ നമ്മൾ ഈ ക്യാരക്ടർ കീ പഠിപ്പിക്കുമ്പോൾ നോൺ ക്യാരക്ടർ കീ കൊണ്ടൊന്ന് അവിയലാക്കുന്നത് എന്ന് ചോദിക്കരുത്. നല്ല വ്യക്തമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ അത് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന നോൺ ക്യാരക്ടർ കീ ആയിട്ടുള്ള സ്പേസ് ബാർ. ഓക്കെ, നമ്മൾ ഈ സ്പേസ് ബാറിന്റെ പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പഠിച്ച പാട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. ക്യാരേജ് എങ്ങോട്ട് നീങ്ങുന്നു? ഇടത്തേക്ക് നീങ്ങുന്നു. എത്ര ഡിഗ്രി നീങ്ങുന്നു? 1 ഡിഗ്രി നീങ്ങുന്നു. അപ്പോൾ ആ ഒരു പാട്ട് നമ്മൾ വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. അപ്പൊ നോക്കിക്കോണേ, സ്പേസ് ബാർ തട്ടുമ്പോൾ ഇംപ്രഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇംപ്രഷൻ ഉണ്ടാകുന്നില്ല. കാരണം എന്താ? അവിടെ ഇംപ്രഷൻ ഉണ്ടാക്കാൻ ടൈപ്പ് ബാർ ഉണ്ടോ? ഇല്ല. പക്ഷേ ക്യാരേജ് മൂവ് ചെയ്യുന്നുണ്ടോ? ക്യാരേജ് മൂവ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്? ഇടത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇംപ്രഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപ്രഷൻ ഇല്ല. ക്യാരക്ടർ കീക്ക് ഇംപ്രഷൻ ഉണ്ടായിരുന്നു, സ്പേസ് ബാറിന് ഇംപ്രഷൻ ഇല്ല. ക്യാരക്ടർ കീ ക്യാരേജിനെ ഇടത്തേക്ക് മൂവ് ചെയ്തു, സ്പേസ് ബാർ ക്യാരേജിനെ ഇടത്തേക്ക് മൂവ് ചെയ്തു. ക്യാരക്ടർ കീ ക്യാരേജിനെ 1 ഡിഗ്രി ഇടത്തേക്ക് മൂവ് ചെയ്തു, സ്പേസ് ബാർ ക്യാരേജിനെ 1 ഡിഗ്രി ഇടത്തേക്ക് മൂവ് ചെയ്തു. പരിപാടി പിടികിട്ടിയോ? കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? അപ്പോ സ്പേസ് ബാറും ക്യാരക്ടർ കീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ ഇംപ്രഷൻ ക്യാരക്ടർ കീ ഉണ്ടാക്കുന്നുണ്ട്, സ്പേസ് ബാർ എന്ന് പറയുന്ന നോൺ ക്യാരക്ടർ കീ ഇംപ്രഷൻ ഉണ്ടാക്കുന്നില്ല. പരിപാടി പിടികിട്ടിയോടെ? കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണ് 1 ഡിഗ്രി എന്നത് കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ മറന്നു പോകരുത്. അപ്പൊ കണക്ഷൻ ഇവിടെ തീരുന്നില്ല, ഒരു കണക്ഷൻ കൂടി ഇട്ട് തരാം. നമുക്കറിയാവുന്നതാണ് ബാക്ക് സ്പേസ് കീ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് സ്പേസ് കീക്കും ഈ ഒരു പാട്ടം നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയോടെ. നമുക്ക് ബാക്ക് സ്പേസ് കീ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇംപ്രഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇംപ്രഷൻ ഉണ്ടാകുന്നില്ല. സ്പേസ് ബാറിനെ പോലെ അവിടെ ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഇവനും ടൈപ്പ് ബാർ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇംപ്രഷൻ ഉണ്ടാകുന്നില്ല. ക്യാരേജ് മൂവ് ചെയ്യുന്നുണ്ടോ?
ക്യാരേജ് മൂവ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? അവൻ ഇടത്തോട്ടാണോ മൂവ് ചെയ്യുന്നത്? അല്ല, മറന്നു പോകരുത്. ബാക്ക് സ്പേസർ അല്ലെങ്കിൽ ബാക്ക് സ്പേസ് കീ എവിടെ കണ്ടു കഴിഞ്ഞാലും ഓർത്തു വെച്ചിരിക്കുക, അവൻ വലത്തനാണ്. അവൻ വലത്തേക്കാണ് ക്യാരേജിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. എങ്ങനെയാ മൂവ് ചെയ്യിപ്പിക്കുന്നത്? എത്ര ഡിഗ്രിയാ മൂവ് ചെയ്യിപ്പിക്കുന്നത്? ഒരൊറ്റ ഡിഗ്രിയാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. ആ ഒറ്റ ഡിഗ്രിയെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് എന്ന് കൂടി പറയാം. അപ്പോ ബാക്ക് സ്പേസ് കീ ചെയ്യുന്ന പരിപാടി എന്താണ്? ക്യാരേജിനെ വലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു. ഇംപ്രഷൻ ഉണ്ടാക്കുന്നില്ല. 1 ഡിഗ്രിയാണ് വലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നത്. മൂന്നും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേടേ. അപ്പൊ ക്യാരക്ടർ കീ, സ്പേസ് ബാർ, അതുപോലെ തന്നെ ബാക്ക് സ്പേസ് കീ, മൂന്നും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ക്യാരക്ടർ കീ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ധാരണ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 44ഓളം എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരക്ടർ കീ ആണ് ഉള്ളതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. When we operated the character key, the carriage moves 1 degree towards left with making an impression. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. 1 ഡിഗ്രി മൂവ് ചെയ്യുന്നതല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് എന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമ്പർ ഓഫ് ക്യാരക്ടർ കീ ഇൻ എ വൺ ക്യാരക്ടർ കീ ഈസ് 2. ഒരു ക്യാരക്ടർ കീയിലൂടെ നമുക്ക് പതിപ്പിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ക്യാരക്ടറുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചിരിക്കുക. അത് എത്രയാണേ? 2 എണ്ണമാണെന്ന് കൂടി ഓർത്ത് വെച്ചിരിക്കുക. അപ്പോ ക്യാരക്ടർ കീയെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇത്തരത്തിൽ ക്യാരക്ടർ കീയെ കുറിച്ച്, അതുപോലെ തന്നെ ക്യാരക്ടർ കീയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സ്പേസ് ബാറിനെ കുറിച്ചും ബാക്ക് സ്പേസറിനെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുക? ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. വളരെ ഉപയോഗപ്പെടുന്ന ഒരു ഭാഗമാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ബാക്ക് സ്പേസറിനെ കുറിച്ചും സ്പേസ് ബാറിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ കീയുടെ ഒക്കെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്തുള്ള സ്റ്റേറ്റ്മെന്റുകൾ മുൻകാല ചോദ്യങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് കളഞ്ഞ് വിടരുത്. ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ ക്രാഷ് ബാച്ചുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട എൻക്വയറികൾക്കും അഡ്മിഷനുമായിട്ട് താഴെ നൽകുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.